1947 ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പക്ഷേ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ റെഫ്യൂജീസ് ആയിട്ട് മാറുകയും ചെയ്ത ഇന്ത്യയുടെ പാർട്ടീഷനും സംഭവിക്കുന്നത്. സോ ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വെൽക്കം ടു ആസ്ക് IAS. സോ ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ചരിത്രം കൂടിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയും അതുവഴി ശക്തിപ്പെട്ട ഇന്ത്യയിലെ കമ്മ്യൂണൽ പൊളിറ്റിക്സുമാണ് ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1857 റിവോൾട്ടായിരുന്നു. ബ്രിട്ടീഷ് എംപയർ ഇന്ത്യയിൽ അവരുടെ ഭരണത്തിന് നേരിട്ട ഏറ്റവും വലിയ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. സോ ഈ 1857 റിവോൾട്ടിൻ്റെ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളും ബ്രിട്ടീഷുകാരുടെ റൂളിനെതിരായിട്ട് രംഗത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് റാണി ലക്ഷ്മിബായി, അതേപോലെ തന്നെ താന്തിയ തോപ്പെ, ബീഗം ഹസ്രത് മഹൽ, ജനറൽ ഭക്ത് ഖാനെ പോലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാരെ ഈ സമയത്ത് എതിർത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യക്കാർക്കിടയിലുള്ള ഈ യൂണിറ്റി ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1857 റിവോൾട്ടിന് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെ അടിച്ചമർത്താൻ ചിലപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ബ്രിട്ടീഷുകാർക്കിടയിലുണ്ടായിരുന്നു. സോ അതില്ലാതാക്കാൻ, ഇന്ത്യക്കാർക്കിടയിലുള്ള ഈ യൂണിറ്റി ഇല്ലാതാക്കാനും ഇത്തരത്തിലൊരു ത്രെട്ടിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ പിന്നീട് വളരെ വ്യക്തമായിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കമ്മ്യൂണൽ പൊളിറ്റിക്കൽ ഫോഴ്സസിനെ പിൽക്കാലത്ത് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 1857 റിവോൾട്ടിന് ശേഷം തൊട്ട് പിന്നാലെ വന്നിട്ടുള്ള ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിംസിനെ കൃത്യമായിട്ട് മാർജിനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോളിസി ആയിരുന്നു. എസ്പെഷ്യലി അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ നിന്നൊക്കെ മുസ്ലിംസിനെ കൃത്യമായിട്ട് മാർജിനലൈസ് ചെയ്യുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. സോ ഇതോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ബാക്ക്വേർഡായിട്ട് അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്നതും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനെ റിവൈവ് ചെയ്യുന്നതിനും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് രംഗത്ത് വരികയും ചെയ്യുന്നത്. സോ അത്തരത്തിൽ വന്നൊരു സോഷ്യൽ റിഫോമറായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. സോ ഈ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് പിന്നീട് ഇന്ത്യയുടെ പാർട്ടീഷന് തന്നെ കാരണമായിട്ടുള്ള 2 നേഷൻ തിയറി എന്ന് പറയുന്നൊരു തിയറി ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സോ ഈ 2 നേഷൻ തിയറിക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുസും മുസ്ലിംസും രണ്ട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആണെന്നും സ്വന്തമായിട്ട് ഡിഫറെൻറ്റ് വേ ഓഫ് ലൈഫും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉള്ള രണ്ട് വിഭാഗങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത് രണ്ട് എൻറ്റിറ്റീസ് ആണെന്നുമാണ്. പക്ഷേ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആക്ച്വലി ഈ 2 നേഷൻ തിയറി അന്ന് പ്രൊപ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ നമുക്കിടയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് വിഭാഗങ്ങളാണെങ്കിലും ഈ രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് ഹാർമോണിയസ് ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ പിന്നീട് ഈ 2 നേഷൻ തിയറി ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ ഇതിനെ മറ്റൊരു രീതിയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് ഹിന്ദുസും മുസ്ലിംസും രണ്ട് കമ്മ്യൂണിറ്റീസ് ആണ്, രണ്ട് നേഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യണമെന്നാക്കിയിട്ട് മാറ്റുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്ക കാലഘട്ടം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റിനെ മാർജിനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ പിന്നീട് ഒരു 1900 ഒക്കെ ആയപ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അണ്ടർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 1900s കൂടിയിട്ട് ഇന്ത്യയിലെ എക്സ്ട്രീമിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ ബ്രിട്ടീഷുകാർ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ ഒരു വിസിബിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് 1905 ബംഗാളിൻ്റെ പാർട്ടീഷനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോർഡ് കേഴ്സൺ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായിട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ബംഗാളിൻ്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ ബംഗാൾ പാർട്ടീഷൻ ലോർഡ് കേഴ്സണ് മുമ്പ് തന്നെയുള്ള ഒരുപാട് വൈസ്രോയിമാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ബംഗാൾ എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു പ്രൊവിൻസ് ആയിരുന്നു. സോ ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ ഇത്രയും വലിയൊരു പ്രൊവിൻസിനെ ഭരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. സോ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തു എന്നുള്ളതല്ല, അതിനെ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തു എന്നുള്ളതായിരുന്നു പ്രശ്നം. കാരണം ലോർഡ് കേഴ്സൺ
ഈ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ധാക്ക പോലുള്ള ബംഗാളിൻ്റെ ഈസ്റ്റേൺ സൈഡിലുള്ള മുസ്ലിം മെജോറിറ്റി ഏരിയാസിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ധാക്കയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിനകത്ത് ഈ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യുന്നതിൻ്റെ പ്രൈമറി റീസൺ മുസ്ലിം മെജോറിറ്റി ഉള്ള ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നും ഇത് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ലോർഡ് കേഴ്സൺ പറയുന്നുണ്ട്. സോ ഇതിലൂടെ ലോർഡ് കേഴ്സൺ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ മുസ്ലിം ജനവിഭാഗത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അകറ്റുക എന്നുള്ളതായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവർ 1905 ബംഗാളിൻ്റെ പാർട്ടീഷൻ നടത്തുന്നത്. സോ അതിൻ്റെ വളരെ തൊട്ട് പിന്നാലെ തന്നെ 1906 ഇന്ത്യയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻറ്റോയെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ബംഗാളിൽ നിന്നുള്ള മുസ്ലിം എലീറ്റ്സ് ഉൾപ്പെടുന്ന ഒരു 35 അംഗ ഡെലിഗേഷൻ ലോർഡ് മിൻറ്റോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് ചരിത്രത്തിൽ നമ്മൾ സിംല ഡെപ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ സിംല ഡെപ്യൂട്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് മുസ്ലിംസിന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനകത്തുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. അതായത് ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നമ്മൾ ഇന്നത്തെ നിയമനിർമ്മാണ സഭകൾക്കൊക്കെ സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ലെജിസ്ലേച്ചേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രൊവിൻഷ്യൽ ലെവലിലാണെങ്കിലും സെൻട്രലിലാണെങ്കിലും ആ ലെജിസ്ലേറ്റീവ് ബോഡീസിനകത്തൊക്കെയുള്ള മുസ്ലിംസിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം എന്നായിരുന്നു ഈ സിംല ഡെലിഗേഷൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. സോ ഈ സിംല ഡെലിഗേഷൻ്റെ തൊട്ട് പിന്നാലെ അതേ വർഷം തന്നെയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് 1906 ഫോമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ 1909 വന്നിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലൂടെ ഇന്ത്യയിലെ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റുകൾ ബ്രിട്ടീഷുകാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിസർവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻസിനകത്ത് റിസർവ്ഡ് സീറ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളിൽ ആ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. പക്ഷേ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം റിസർവേഷൻ തന്നെയാണ്. ആ സീറ്റിൽ ആ ഏത് കമ്മ്യൂണിറ്റിക്കാണോ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. രണ്ടാമതായിട്ട് അവിടെ വോട്ട് ചെയ്യാൻ, അതായത് ആ റിസർവ്ഡ് സീറ്റിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ആ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇത്തരത്തിൽ മുസ്ലിംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ഇന്ത്യയിലെ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ശക്തിപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയതായിട്ട് നമുക്ക് പിന്നീട് കണ്ടെത്താൻ സാധിക്കും. ഇതോടുകൂടിയിട്ടാണ് മുസ്ലിം ലീഗ് കൂടുതൽ ശക്തിപ്പെടാൻ തുടങ്ങുന്നത്. പക്ഷേ എന്നിരുന്നാലും മുസ്ലിം ലീഗ് ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരു എലീറ്റിസ്റ്റ് മെൻറ്റാലിറ്റിയുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു. വലിയ ഇതിലൊരു മാസ് ബേസോ അല്ലെങ്കിൽ ഒരു മാസ് സപ്പോർട്ടോ ഒന്നും ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ 1909 ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചെങ്കിലും ഇന്ന് തൊട്ട് പിന്നാലെ നടന്നിട്ടുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഇവൻറ്റുകൾ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പദ്ധതി പൊളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1911 ഈ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻ്റ് ഒക്കെ ശക്തിപ്പെട്ടതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ വിഭജനം പിൻവലിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വേൾഡ് വാറിൽ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമായിട്ടുള്ള ടർക്കി ബ്രിട്ടനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. സോ ഇതോട് കൂടിയിട്ട് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അകലുകയും കോൺഗ്രസുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതോട് കൂടിയിട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനം കൂടുതൽ ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് വീണ്ടും ഒരു വിള്ളൽ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടീഷനിലേക്ക് നയിച്ച ഇവൻസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സംഭവിക്കുന്നതും 1928 അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ തൊട്ട് പിന്നാലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ഉണ്ടായിരുന്നു. അതാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. സോ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ബ്രിട്ടീഷുകാർ നേരത്തെ 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിലൂടെ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്തതുപോലെ തന്നെ സിഖുകാർക്കും ഇന്ത്യൻ ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസും പോലുള്ള മറ്റുള്ള വിഭാഗങ്ങൾക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ സൊസൈറ്റിക്കകത്ത് പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നർത്ഥം. അതുകൂടാതെ ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിഫോംസ്, ഇന്ത്യക്കാരെ കൂടുതൽ അഡ്മിനിസ്ട്രേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് റിഫോംസും ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമത്തിനകത്ത് അവസാനം ഒരു പ്രൊവിഷൻ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ നിയമം നടപ്പിലാക്കി 10 വർഷം കഴിയുന്ന സമയത്ത് ഈ നിയമത്തെക്കുറിച്ച് പഠിക്കാനും അതിനകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് മുന്നോട്ട് വെക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്.
സോ ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് വീണ്ടും ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒരുമിച്ച് നിന്ന് സൈമൺ കമ്മീഷനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സൈമൺ കമ്മീഷനകത്ത് ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾ വൈറ്റ്സ് കമ്മീഷനാണെന്നും ഇന്ത്യക്കാർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങളൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. സോ ഈ സമയത്താണ് ഇത്തരത്തിൽ സൈമൺ കമ്മീഷനെ നമ്മൾ വലിയ രീതിയിൽ എതിർക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്ന ലോർഡ് ബർക്കിൻഹെഡ് ഒരു വെല്ലുവിളി നടത്തുന്നത്. സോ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഇന്ത്യക്കാർ അത്ര കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ കൺസെൻസസ് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. സോ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റു കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, ഇത്തരത്തിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെഹ്റു കമ്മിറ്റി ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങളുമായിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ആയിട്ടൊക്കെ ചർച്ചകൾ നടത്തുന്ന സമയത്താണ് ആ കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിനകത്തുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിലുള്ളവരായിരുന്ന മുഹമ്മദ് അലി ജിന്ന ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. ആ പ്രപ്പോസലാണ് മുഹമ്മദ് അലി ജിന്നയുടെ 14 പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം പ്ലാൻ എന്നറിയപ്പെടുന്നത്. സോ ഇത്തരത്തിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം പ്ലാനിനകത്ത് അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്നയുടെ ഈ പ്രപ്പോസലിനകത്ത് പറയുന്നുണ്ടായിരുന്നത് ഇന്ത്യയിലെ മുസ്ലിംസിന് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റും റിസർവേഷനും പോലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് ജിന്ന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ജിന്നയുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കമ്മ്യൂണിറ്റീസും ഇതേ തരത്തിലുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നുള്ളതുകൊണ്ടും അത് പിന്നീട് ഒരു ക്ലാഷിലേക്ക് പോകും, നമുക്കൊരു കൺസെൻസസ് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു പേടി കാരണം നെഹ്റു കമ്മിറ്റി ഈ പ്രപ്പോസൽ തള്ളിക്കളയുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ വളരെ സെക്യുലർ ആയിരുന്ന ഒരു ലീഡർ മുസ്ലിം ലീഗിനകത്ത് വലിയ രീതിയിൽ മാർജിനലൈസ് ചെയ്യപ്പെടുകയും അദ്ദേഹം പൊളിറ്റിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ടാണ് ഈ മുഹമ്മദ് അലി ജിന്ന പിന്നീട് ഒരു 1930s കൂടിയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് ഗ്രാജുവലി ഒന്ന് വിഡ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, പിൽക്കാലത്ത് ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളായിട്ട് മാറിയത് ഈ മുഹമ്മദ് അലി ജിന്നയാണ്. അതിന് അദ്ദേഹത്തിന് പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട ഈ ഒരു പൊളിറ്റിക്കൽ ഹ്യൂമിലിയേഷൻ ആണെന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. സോ ഇതോടുകൂടിയിട്ട് അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടനിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായിട്ടുള്ള ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ ഒരു ബാരിസ്റ്ററായിട്ട് അദ്ദേഹം കുറേ കാലം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് മുസ്ലിം ലീഗിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന മുഹമ്മദ് ഇക്ബാൽ, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉറുദു പോയറ്റും കൂടിയാണ് അദ്ദേഹം. സോ ഈ മുഹമ്മദ് ഇക്ബാൽ ഞാൻ നേരത്തെ പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ 2 നേഷൻ തിയറിയുടെ പുതിയൊരു വേർഷൻ അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം സ്വതന്ത്രമായിട്ട് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഡൊമീനിയൻ ആയിട്ട് മാറുകയാണെങ്കിൽ അതിനകത്ത് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ആയിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന പഞ്ചാബ്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് പോലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു ഫെഡറേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യും, ഒരൊറ്റ സിംഗിൾ രാജ്യമായിട്ട് കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഈ മുസ്ലിം മെജോറിറ്റി ഏരിയാസിന് സ്വയംഭരണം ഉണ്ടാവും. സോ ഇത്തരത്തിൽ ഈ 2 നേഷൻ തിയറിക്കകത്ത് ഒരു പൊളിറ്റിക്കൽ എലമെൻറ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിരിക്കും എന്നുള്ളൊരു എലമെൻറ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് ഇക്ബാലാണ്. അതുപോലെ തന്നെ ഇതേ ടൈം പീരീഡിലാണ് 1933 ആ കാലഘട്ടത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു സംഭവം നടക്കുന്നത്. അതായിരുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലോ സ്റ്റുഡൻ്റ് ആയിരുന്ന ചൗധരി റഹ്മത്ത് അലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരു പാംപ്ലെറ്റ് ഉണ്ടായിരുന്നു. ആ പാംപ്ലെറ്റ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് ലണ്ടനിൽ വെച്ചിട്ട് 3rd റൗണ്ട് ടേബിൾ കോൺഫറൻസസ് നടക്കുന്നുണ്ടായിരുന്നു. ആ 3rd റൗണ്ട് ടേബിൾ കോൺഫറൻസസിനകത്ത് വരുന്ന ഇന്ത്യൻ ഡെലിഗേറ്റ്സിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു പാംപ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാംപ്ലെറ്റിനകത്താണ് ആദ്യമായിട്ട് പാകിസ്ഥാൻ എന്ന പേരിൽ ഇന്ത്യയിലെ മുസ്ലിംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യം വേണം എന്നൊരാവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു നേതാവൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അധികം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ആവശ്യത്തിന് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും കിട്ടിയില്ല. ഈ കാര്യത്തെക്കുറിച്ച് ജിന്നയോടൊക്കെ പറഞ്ഞപ്പോൾ ജിന്ന പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് എ മാഡ് മാൻസ് ഡ്രീം എന്നാണ്, ഒരു പ്രാന്തൻ്റെ സ്വപ്നം പോലെയാണ് ഈ സെപ്പറേറ്റ് രാജ്യം എന്ന് പറയുന്നതെന്നാണ് ഇക്കാലഘട്ടത്തിൽ ജിന്നയൊക്കെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ സമയത്ത് ആരും ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത്തരത്തിൽ ഗ്രാജുവലി കമ്മ്യൂണൽ പൊളിറ്റിക്സ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് മുസ്ലിംസിന് വേണ്ടി വേണം എന്നുള്ളൊരു ആവശ്യവും, അതായത് ഈ 2 നേഷൻ തിയറി ഒരു പൊളിറ്റിക്കൽ
ഡിമാൻഡിലേക്ക് മാറാൻ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. സോ ഇതേ സമയത്ത് തന്നെയാണ് 1937 ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആവശ്യം വന്നതിന് സിമിലറായിട്ട് 1937 ഹിന്ദു മഹാസഭയുടെ ഒരു സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ അഹമ്മദാബാദിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിനകത്ത് ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന വീർ സവർക്കറും ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നേരത്തെ മുഹമ്മദ് ഇക്ബാലും സർ സയ്യിദ് അഹമ്മദ് ഖാനൊക്കെ നടത്തിയതുപോലെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു 2 നേഷൻ തിയറി ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വീർ സവർക്കർ പറഞ്ഞതും സെയിം കാര്യം തന്നെയായിരുന്നു. അതായത് ഹിന്ദുസും മുസ്ലിംസും 2 നേഷൻസ് ആണ്, ഇവർക്ക് ഒരുമിച്ച് ജീവിക്കൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. സോ ഇത്തരത്തിൽ 2 ഭാഗത്തുനിന്നും എക്സ്ട്രീമിസ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഈ 2 നേഷൻ തിയറിക്ക് ഒരു എൻഡോഴ്സ്മെന്റ് കിട്ടുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് തുടക്ക കാലഘട്ടത്തിൽ ഒരു എലീറ്റിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള മാസ് സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഇതേ കാലഘട്ടത്തിലാണ് പിന്നീട് ഗ്രാജുവലി ഒരു മാസ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്, അത് വലിയ രീതിയിൽ ജനസമ്മതിയായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുന്നത്. അതിന് കാരണക്കാരനായിട്ട് മാറുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. അതായത് മുഹമ്മദ് അലി ജിന്ന ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതോട് കൂടിയിട്ട്, അതായത് അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നതോട് കൂടിയിട്ട് മുസ്ലിം ലീഗ് വലിയ രീതിയിൽ ക്ഷയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിന്നനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലീഗിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ലിയാഖത്ത് അലി ഖാൻ ജിന്നയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ജിന്ന ലണ്ടനിലെ ലീഗൽ പ്രാക്ടീസ് മതിയാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. സോ ഇദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ജിന്ന നേരിട്ട ആദ്യത്തെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 1937 ഇലക്ഷൻ ആയിരുന്നു. അതായത് 1935 ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസസിൻ്റെ ഒക്കെ ബേസിസിൽ ബ്രിട്ടീഷുകാർ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഈ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ബേസിസിൽ 37 ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിലേക്കും സെൻട്രൽ ലെജിസ്ലേച്ചറിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ഷനകത്ത് മുസ്ലിം ലീഗും ജിന്നയൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതായത് ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ജിന്ന വിചാരിച്ചതുപോലെ വലിയ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് മുസ്ലിം ലീഗിന് ഈ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ട ഒരു ഇലക്ഷനായിരുന്നു 37 ഇലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജിന്നയ്ക്ക് വീണ്ടും ഒരു ഹ്യൂമിലിയേഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് മുസ്ലിംസിന് വേണ്ടിയിട്ട് 1909 തൊട്ടേ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ട്. അത് ഈ 37 ഇലക്ഷൻ ആയ സമയത്ത് ഏതാണ്ട് 480ഓളം സീറ്റുകൾ മുസ്ലിംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റുകളായിട്ടുണ്ടായിരുന്നു. ആ മുസ്ലിംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റുകളായിട്ടുള്ള 480ഓളം വരുന്ന സീറ്റുകളിൽ വെറും 109 സീറ്റിൽ മാത്രമേ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അന്ന് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, അന്ന് ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്ട് 8ഓളം പ്രൊവിൻസസിൽ ഗവൺമെൻറ് ഫോം ചെയ്തപ്പോഴും മുസ്ലിം ലീഗിന് ഒരൊറ്റ പ്രൊവിൻസിൽ പോലും ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസ് ആയിരുന്ന ബംഗാളിലോ പഞ്ചാബിലോ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസിലോ ഒന്നും തന്നെ മുസ്ലിം ലീഗിന് ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ബംഗാളിലെ ഒരു ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു അലയൻസ് ബിൽഡ് ചെയ്തിട്ടാണ് അവിടെ അവർ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് വളരെ ദയനീയമായിട്ട് ഈ ഇലക്ഷനിൽ പരാജയപ്പെടുന്നുണ്ട്. സോ ഈ ഹ്യൂമിലിയേഷനും കൂടി ജിന്നയുടെ പിന്നീടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങിന് ഒരു പ്രധാനപ്പെട്ട കാരണമായതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഈ ഒരു ഇലക്ഷൻ ഡിഫീറ്റും ജിന്ന പിന്നീട് കൂടുതൽ വർഗീയമായിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് മാറിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ലീഗിനകത്ത് അടിമുടി ഒരു റിഫോം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജിന്ന തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനെ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണോ ഒരു മാസ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയത്, അതേപോലെ തന്നെ ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഫീസ് വെറും 2 അണയായിട്ട് കുറക്കുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് 4 അണയായിരുന്നു. അതിൻ്റെ പകുതിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഫീസ് കുറച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 1940 ആവുമ്പോഴേക്കും മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് മില്യൺസിലേക്ക് എത്തുന്നുണ്ട്. അതായത് ദശലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു മാസീവ് പൊളിറ്റിക്കൽ ബേസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ലീഗ് മാറുന്നുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് വലിയ രീതിയിലൊരു മാസീവ് സപ്പോർട്ട് ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ജിന്ന ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ടാക്ടിക്സ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചതിൻ്റെ കൂടെ മുസ്ലിം ലീഗിന് ജനങ്ങൾക്കിടയിലുള്ള എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ജനസമ്മതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്ന ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ടാക്ടിക്സ് എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസ് ആയിട്ടുള്ള ബംഗാൾ അതുപോലെ പഞ്ചാബ് പോലുള്ള പ്രൊവിൻസസിലെ അവിടുത്തെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട് ബേസ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മുസ്ലിം ലീഗിൻ്റെ റിലൻലെസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം പഞ്ചാബിലെ യൂണിയനിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ബംഗാളിലുണ്ടായിരുന്ന
കൃഷക് പ്രജാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും വലിയ രീതിയിൽ ശോഷിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതെല്ലാം തന്നെ 1940s മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഇടയിൽ എസ്പെഷ്യലി മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസിലെല്ലാം വലിയ രീതിയിൽ സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാനും മുസ്ലിം ലീഗിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് 1940 ലാഹോറിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആനുവൽ സെഷൻ നടക്കുന്നത്. സോ ഈ ലാഹോറിൽ നിന്ന് വെച്ച് നടന്ന ആനുവൽ സെഷനിലാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ ഒഫീഷ്യലി ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ 2 നേഷൻ തിയറി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാഹോർ റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു റെസൊല്യൂഷൻ മുസ്ലിം ലീഗ് ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ലാഹോർ റെസൊല്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ആയിട്ടുള്ള നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ കിടക്കുന്ന പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ്, ബലൂചിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ബംഗാൾ, അസാം പോലുള്ള പ്രദേശങ്ങളും സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റീസ് ആക്കി മാറ്റണം എന്നായിരുന്നു. അതല്ലെങ്കിൽ അവരെ സോവറൈൻ ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള പ്രൊവിൻസസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റുകളായിട്ട് മാറ്റണമെന്നും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സെൽഫ് ഡിറ്റർമിനേഷനുള്ള അവകാശം കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ്സ് കൊടുക്കണമെന്നുമായിരുന്നു ഈ ലാഹോർ ഡിക്ലറേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ലാഹോർ ഡിക്ലറേഷനകത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് ഒരിക്കലും എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സോവറൈൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളായിട്ട് ഈ പ്രൊവിൻസസിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ലാഹോർ ഡിക്ലറേഷനെ പല ഹിസ്റ്റോറിയൻസും പല രീതിയിൽ പിന്നീട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ വാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ലാഹോർ ഡിക്ലറേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ലാഹോർ ഡിക്ലറേഷനെ അൺഒഫീഷ്യലി അല്ലെങ്കിൽ പോപ്പുലർലി പാകിസ്ഥാൻ ഡിക്ലറേഷൻ എന്നും കൂടി ഹിസ്റ്റോറിയൻസ് വിശേഷിപ്പിക്കാറുണ്ട്. സോ ഈ ലാഹോർ ഡിക്ലറേഷന് ശേഷം മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഒരു പാകിസ്ഥാൻ വാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് രാജ്യം എന്നുള്ള ആവശ്യത്തിലേക്ക് ഒഫീഷ്യലായിട്ട് കൂടുതൽ അടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആദ്യമായിട്ട് പിന്നീട് വിസിബിൾ ആയിട്ട് മാറുന്നത് 1942 ക്രിപ്സ് മിഷന്റെ സമയത്താണ്. അതായത് സെക്കൻഡ് വേൾഡ് വാർ യൂറോപ്യൻ ഫ്രണ്ടിൽ ഒരു പരിധിവരെ സ്റ്റെബിലൈസ്ഡ് ആവുകയും നമ്മുടെ ഏഷ്യൻ ഫ്രണ്ടിൽ ജപ്പാൻ ഈ ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട കോളനി ആയിട്ടുള്ള ഇന്ത്യനെ ഇൻവേഡ് ചെയ്യുന്നുള്ളൊരു അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് വാർ ക്യാബിനറ്റിലെ ഒരു പ്രധാനപ്പെട്ട മിനിസ്റ്ററും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനോട് ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു സിമ്പതി കാണിച്ചിട്ടുണ്ടായിരുന്ന ലേബർ പാർട്ടി ലീഡറുമായിരുന്ന സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. സോ ഈ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് 1935 കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗോ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സാഹചര്യത്തിൽ പുതുതായിട്ട് ഇന്ത്യക്കാർക്ക് പുതിയ ചില കാര്യങ്ങൾ ഓഫർ ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ക്രിപ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ക്രിപ്സ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രിപ്സ് നമ്മുടെ മുന്നിൽ വെച്ച ഓഫർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ബ്രിട്ടൻ വിജയിച്ചതിന് ശേഷം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാമെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സെൽഫ് ഡിറ്റർമിനേഷനുള്ള അവകാശം തരാമെന്നും അതുപോലെ തന്നെ വൈസ്രോയ് എന്നുള്ള പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിഫൻസ് മാത്രം വൈസ്രോയുടെ കൈവശം വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാർക്ക് ഹാൻഡ് ഓവർ ചെയ്തോളാം എന്നുള്ള ഒരു ഓഫർ ക്രിപ്സ് മിഷൻ ഇന്ത്യക്കാരുടെ മുന്നിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രിപ്സിന്റെ ഓഫേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും റിജക്ട് ചെയ്യാണ് ചെയ്തത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് റിജക്ട് ചെയ്യാണ്ടായ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഇന്ത്യക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ളൊരു ആവശ്യം ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വൈസ്രോയെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ റൂളറായിട്ട് നിലനിർത്തിക്കൊണ്ട് ഡിഫൻസ് അദ്ദേഹത്തിന്റെ കൈവശം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ റിഫോംസ് ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതൊരു ഹാഫ് ബേക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിജിയുടെ വാക്കുകൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഇത് റിജക്ട് ചെയ്യാനുണ്ടായ കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലാഹോർ ഡിക്ലറേഷൻ ഒഫീഷ്യലി ഇവരൊരു സെപ്പറേറ്റ് പാകിസ്ഥാൻ എന്നുള്ള ആവശ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ സമയത്താണെന്ന്. മുസ്ലിം ലീഗ് ഇത് റിജക്ട് ചെയ്യാണ്ടായ കാരണം ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യാന്നുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യം ക്രിപ്സ് മിഷൻ അംഗീകരിക്കുന്നില്ല എന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് രാജ്യം എന്നുള്ള ആവശ്യം ഇവർ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ക്രിപ്സ് മിഷന്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓഫേഴ്സിനെ മുസ്ലിം ലീഗ് റിജക്ട് ചെയ്യുന്നത്. സോ അതായത് ഈ ക്രിപ്സ് മിഷനകത്തുള്ള മുസ്ലിം ലീഗിന്റെ ഈ പ്രതികരണത്തിലൂടെ മുസ്ലിം ലീഗ് ഒരു സെപ്പറേറ്റ് പാകിസ്ഥാനാണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലാതെ ലാഹോർ റെസൊല്യൂഷനകത്ത് പറഞ്ഞ ആംബിഗ്വിറ്റി ഇപ്പോൾ മുസ്ലിം ലീഗിന് ഇല്ല എന്നും ഇന്ത്യയുടെ പാർട്ടീഷനാണ് മുസ്ലിം ലീഗിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്നും കൃത്യമായിട്ട് പുറത്തു വരുന്നത് ഈ ക്രിപ്സ് മിഷന്റെ സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെയാണ്.
സോ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കോൺഗ്രസിന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നേടുക, ഇന്ത്യയെ ഒരു അൺഡിവൈഡഡ് രാജ്യമായിട്ട് ഇപ്പോഴുള്ളതുപോലെ ഒരു യൂണിഫൈഡ് സ്റ്റേറ്റ് ആയിട്ട്, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഉള്ളതുപോലെ ഒരു യൂണിഫൈഡ് സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതായിരുന്നു. സോ ഇതിനെ എതിർക്കുന്ന, ഇതിന് തുരങ്കം വെക്കുന്ന ഒരു നിലപാടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഈ സമയത്ത് സ്വീകരിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ ഏത് വിധേനയും കൂടെ നിർത്താനും ഇന്ത്യയുടെ യൂണിറ്റിനെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊപ്പോസൽസ് വരുന്നുണ്ട്. സോ ഇതിന്റെ ഭാഗമായിട്ടാണ് 1944 ഏപ്രിലിൽ സി രാജഗോപാലിയുടെ ഭാഗത്തുനിന്ന് രാജാജി ഫോർമുല എന്നറിയപ്പെടുന്ന ഒരു പ്രപ്പോസൽ വരുന്നത്. അതായത് മുസ്ലിം ലീഗിന് ഭരണത്തിനകത്ത് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം തരാമെന്നും അതുപോലെ തന്നെ മുസ്ലിം മെജോറിറ്റി ഏരിയാസിനെ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ഓട്ടോണമസ് റീജിയനായിട്ട് നിലനിൽക്കാനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നും, പക്ഷേ പകരം മുസ്ലിം ലീഗ് ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന കോൺഗ്രസ് ആവശ്യത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു രാജാജി ഫോർമുല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ലീഡറായിരുന്ന സി രാജഗോപാലാചാരി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഫോർമുലയുമായിട്ട് മഹാത്മാഗാന്ധി മുഹമ്മദ് അലി ജിന്നയെ ആ കാലഘട്ടത്തിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പാർട്ടീഷനിൽ കുറഞ്ഞ മറ്റൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ജിന്ന ഈ പ്രപ്പോസൽ തള്ളിക്കളയാണ് ചെയ്തത്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും തന്നെ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് ഈ ജയിലിന്റെ പുറത്തുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും അന്നത്തെ ഇന്ത്യയുടെ സെൻട്രൽ ലെജിസ്ലേച്ചറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരാൾ വരുന്നു ഭുലാഭായ് ദേശായി, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന ലിയാഖത്ത് അലി ഖാനുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഫോർമുല ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ദേശായി ലിയാഖത്ത് പാക്ട് എന്നറിയപ്പെടുന്നത്. സോ അതിലും മുസ്ലിം ലീഗിന് കുറച്ചും കൂടി പ്രാതിനിധ്യം ഇന്ത്യയുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനകത്ത് പ്രൊവൈഡ് ചെയ്യാമെന്നും, എന്നാൽ മുസ്ലിം ലീഗ് കൂടെ നിൽക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള കൺസെഷൻസ് മേക്ക് ചെയ്യാൻ കോൺഗ്രസ് റെഡിയാണെന്നും ഈ ദേശായി ലിയാഖത്ത് അലി ഖാൻ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ കോൺഗ്രസ് തന്നെ പിന്നീട് റിജക്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള മൂവായിട്ട് മുന്നോട്ട് പോകരുതെന്ന് ദേശായിനെ വാൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിനെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതായിട്ട് ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതിനെയൊക്കെ റിജക്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ പൊസിഷനെ പിന്നീട് കൂടുതൽ എംബോൾഡൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഇവന്റ് പിന്നീട് നടക്കുന്നത് 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷം 46 ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇലക്ഷൻ ആയിരുന്നു. അതായത് 1937 ഇലക്ഷനിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ട മുസ്ലിം ലീഗ് പിന്നീട് ഒരു ഇലക്ഷൻ നേരിടുന്നത്, പിന്നീട് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നത് 1946 സോ ഈ 1946 നടന്നിട്ടുള്ള ഇലക്ഷനകത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സ്പെസിഫിക്കലി മുഹമ്മദ് അലി ജിന്നയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ വർഗീയ അജണ്ട ഇന്ത്യയിലെ പോപ്പുലേഷനകത്ത് എത്രത്തോളം വലിയ ഡിവിഷനാണ് ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് എത്രത്തോളം മാസീവ് ആയിട്ടുള്ള സപ്പോർട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ട് പുറത്ത് കാണിക്കുന്നതായിരുന്നു. സോ ഇത്തരത്തിൽ 1946 ഇലക്ഷൻ അവസാനിക്കുന്ന സമയത്ത് മുസ്ലിം വോട്ടുകളിലെ ഏതാണ്ട് 86% വോട്ടുകൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇലക്ഷന്റെ അവസാനം കൈക്കലാക്കുന്നുണ്ട്. സോ ഇന്ത്യൻ മുസ്ലിംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയാണ് തങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് തങ്ങൾ എന്നുള്ള മുസ്ലിം ലീഗിന്റെ അവകാശവാദത്തിന് ശക്തി പകരുന്നതായിരുന്നു ഈ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ 37 ഇലക്ഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടായിരുന്നു, ആ സമയത്ത് മുസ്ലിം ലീഗിന് ഒരു പ്രൊവിൻസിലും, ഈവൻ മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസിൽ പോലും ഗവൺമെന്റുകൾ ഫോം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു അവസ്ഥ 46 ഇലക്ഷന്റെ സമയത്ത് ഉണ്ടാവുന്നില്ല. മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസിൽ പല സ്ഥലങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള മെജോറിറ്റിയോട് കൂടിയിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് കിടക്കുന്ന പഞ്ചാബ് പ്രൊവിൻസിൽ മുസ്ലിംസ് ഒരു മെജോറിറ്റി ആണെങ്കിലും അവിടെ വളരെ പ്രബലമായിട്ടുള്ള ഒരു സിഖ് ഹിന്ദു മൈനോറിറ്റി കൂടി ഉണ്ടായിരുന്നു. അവിടെ പോലും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന് സാധിച്ചു. സോ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു പ്രബലമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുകയും പാർട്ടീഷൻ എന്നുള്ള അവരുടെ ഡിമാൻഡുമായിട്ട് അവർ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നതും. ഇത്തരത്തിൽ 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷം അതിൽ വിന്നേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യയുടെ ആ സമയത്തുള്ള റൂളറായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെട്ടിരുന്നെങ്കിലും ബ്രിട്ടന്റെ ശക്തിയൊക്കെ വളരെ കാര്യമായിട്ട് ഈ യുദ്ധത്തോട് കൂടിയിട്ട് ക്ഷയിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമുക്ക് പേരിന് വിളിക്കാമെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും മാസീവ് പോപ്പുലേഷനുള്ള, വലിയ രീതിയിൽ ബ്രിട്ടീഷ് റൂളിനെ എതിർക്കുന്ന പോപ്പുലേഷനുള്ള ഇത്രയും വലിയൊരു രാജ്യത്തിന് ഇനിയും ഒപ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ബ്രിട്ടൻ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ബോംബെ നാവിക കലാപവും അതുപോലെ തന്നെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിനകത്തുണ്ടായിരുന്ന സമരങ്ങളും
അതുപോലെ തന്നെ INA ട്രയൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യല്ലാതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരില്ലാതെ ബ്രിട്ടന്റെ മുന്നിൽ വേറൊരു ചോയ്സ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏത് വിധേനയും ഈ അടുത്ത കാലത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഇന്ത്യയിലെ നേതാക്കൾക്കും ഈ കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിന്റെ പാർട്ടീഷൻ വേണം, സെപ്പറേറ്റ് പാകിസ്ഥാൻ വേണം എന്നുള്ള ആവശ്യത്തിൽ കൂടുതൽ ശക്തി പകരാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബ്രിട്ടന്റെ വിഡ്രോവൽ എങ്ങനെയായിരിക്കണം ട്രാൻസ്ഫർ ഓഫ് പവർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് 1946 അന്നത്തെ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ലേബർ പാർട്ടി ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ക്യാബിനറ്റിനകത്ത് മെമ്പേഴ്സ് ആയിരുന്ന സർ പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, ഈ മൂന്ന് മിനിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ഡെലിഗേഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അവർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രപ്പോസൽസ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവർ ആദ്യം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിനകത്ത് ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ഓഫ് പവറും അതുപോലെ തന്നെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിം വർക്കിംഗ് ഒക്കെ നടത്താനാണ് വിചാരിച്ചിരുന്നതെങ്കിലും മുസ്ലിം ലീഗ് സെപ്പറേറ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡിൽ ഉറച്ചു നിന്നത് കാരണം അങ്ങനെ ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതോടുകൂടിയിട്ടാണ് ക്യാബിനറ്റ് മിഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യാനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുമായിരുന്നു ആക്ച്വലി ബ്രിട്ടീഷുകാർ ഈ സമയത്ത് ഒറിജിനലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യാന്നുള്ളത് ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു താല്പര്യമായിരുന്നില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടൻ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ കോമൺവെൽത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുമെന്നും ബ്രിട്ടീഷ് എംപയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടറായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് ബ്രിട്ടന്റെ ഒരു ആവശ്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇന്ത്യനെ ഒരു ഒറ്റ രാജ്യമായിട്ട് നിലനിർത്തുന്നതായിരുന്നു എന്നാണ് ബ്രിട്ടനിലെ ഈ സമയത്തുണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസ് ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിനകത്ത് അവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം വേണമെന്നുള്ള ജിന്നയുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിനെ തള്ളിക്കളയുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ഈ ജിന്നനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസലും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. സോ ക്യാബിനറ്റ് മിഷൻ പ്ലാനിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പിന്നീട് 1946 ഡിസംബറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിലവിൽ വരുന്ന ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 3 ടയർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉള്ള രാജ്യമായിരിക്കും, അത്തരത്തിലുള്ള ഒരു ഫെഡറേഷൻ ആയിരിക്കും ഇന്ത്യ എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലായിട്ട് നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാകും. സോ ഈ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഇവർക്ക് അധികാരം ഉണ്ടാകുക. അതായത് ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഈ 3 സബ്ജക്റ്റുകളിലും മാത്രം അധികാരമുള്ള ഒരു ബോഡി ആയിരിക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് 3rd ടയർ ആയിട്ട് നമുക്ക് പ്രൊവിൻസസ് ഉണ്ടാവും. ഈ ബംഗാൾ, ബോംബെ, മദ്രാസ് ഒക്കെ പോലത്തെ പ്രൊവിൻസസ് ഉണ്ടാവും, സംസ്ഥാനങ്ങൾ ഉണ്ടാവും. ഇനി ഇതിന്റെ രണ്ടിന്റെയും നടുക്കായിട്ട് ഈ പ്രൊവിൻസസിന് എന്ത് ചെയ്യാം? പ്രൊവിൻസസ് തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രൂപ്പ്സ് ആയിട്ട് മാറാം. അതായത് ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ പ്രൊവിൻസസിനെ 3 ഗ്രൂപ്പുകളാക്കി മാറ്റണം എന്നാണ്. അതായത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലുള്ള മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസ് ആയിട്ടുള്ള ബലൂചിസ്ഥാന്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്, പഞ്ചാബ്, സിന്ധ്, ഈ പ്രദേശങ്ങളൊക്കെ ഒരു ഗ്രൂപ്പും നടുക്കെ കിടക്കുന്ന ഹിന്ദു മെജോറിറ്റി അല്ലെങ്കിൽ നോൺ മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസ് മറ്റൊരു ഗ്രൂപ്പും, ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന അസാമും അതുപോലെ ബംഗാളും ഇത് രണ്ടും മൂന്നാമതൊരു മുസ്ലിം മെജോറിറ്റി ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് ഇന്ത്യയിലെ പ്രൊവിൻസസിനെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുകളിലൊരു യൂണിയൻ ഉണ്ടാവും, താഴത്തെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിന് താഴെ പ്രൊവിൻസസ് ഉണ്ടാവും. സോ ഇതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രപ്പോസൽ. സോ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ രീതിയിൽ രാജ്യത്തിന് ഞങ്ങൾ സ്വാതന്ത്ര്യം തരും. സോ ഈ രീതിയിൽ നിങ്ങൾ 10 വർഷം മുന്നോട്ട് പോവുക, 10 വർഷം കഴിയുന്ന സമയത്ത് പ്രൊവിൻസസിന് വേണമെങ്കിൽ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് വിഡ്രോ ചെയ്യാം. സോ ഇത്തരത്തിൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫെഡറേഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പ്രപ്പോസൽ അംഗീകരിക്കുന്നുണ്ട്. സോ മുസ്ലിം ലീഗ് ഇതിനെ അംഗീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർ സെപ്പറേറ്റ് പാകിസ്ഥാൻ എന്നുള്ള വാദം പറയുന്നുണ്ടെങ്കിലും ഇത് ഏതാണ്ട് സെപ്പറേറ്റ് പാകിസ്ഥാൻ കിട്ടുന്നതിന് സിമിലർ ആണ്. കാരണം അവർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒക്കെ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ആയിട്ട് 2 ഗ്രൂപ്പുകളായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫെഡറേഷനാണ്. സോ ഈ പ്രൊവിൻസസിനും ഗ്രൂപ്പിനും വലിയ രീതിയിലുള്ള അധികാരങ്ങൾ ഉണ്ടാവും. സോ ഏതാണ്ട് ഒരു സെപ്പറേറ്റ് രാജ്യത്തിനെ ഭരിക്കുന്നത് പോലെ തന്നെ ഇവർക്ക് ഈ പ്രദേശങ്ങളെ ഭരിക്കാൻ പറ്റും. ഇതായിരുന്നു മുസ്ലിം ലീഗ് ഇതിനകത്ത് കണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന്
എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് പാകിസ്ഥാൻ എന്നുള്ള ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ട് ഈ ഒരു ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഫെഡറേഷനെ ലീഗ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൻ്റെ ഒരു കണ്ടീഷണൽ അപ്രൂവലാണ് കൊടുത്തത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും ഇത് അംഗീകരിച്ചെങ്കിലും അതിന് തൊട്ട് പിന്നാലെ 1946 ജൂലൈ 10 ജവഹർലാൽ നെഹ്റു നടത്തിയൊരു പത്രസമ്മേളനത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ ബേസിസിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എസ്പെഷ്യലി പ്രൊവിൻസസിന്റെ ഗ്രൂപ്പിംഗ്സ് പോലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു ഉറപ്പും കൊടുക്കുന്നില്ല. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തീരുമാനിക്കും. പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പ്രൊവിൻസസിന്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി എന്നാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഗ്രൂപ്പിംഗ്സിൽ ഉൾപ്പെടുന്ന ചില പ്രൊവിൻസസ്, ഉദാഹരണത്തിന് ഈസ്റ്റേൺ ഗ്രൂപ്പിൽ പെടുന്ന അസാം, അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലുള്ള ഗ്രൂപ്പിൽ പെടുന്ന നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്, ഈ രണ്ട് പ്രൊവിൻസസിനെയും ഭരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ക്ലിയർ മാൻഡേറ്റ് കിട്ടി അവിടെ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊവിൻസസിനെ ഒരിക്കലും ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സിസ്റ്റം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ ഇത്തരത്തിലൊരു നിലപാട് കോൺഗ്രസ് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സസ്റ്റൈനബിൾ ആയിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രൊവിൻസസിനെ ഗ്രൂപ്പിങ്ങുകളാക്കുകയും ആ പ്രൊവിൻസസിനും ഗ്രൂപ്പുകൾക്കും വലിയ രീതിയിലുള്ള അധികാരങ്ങൾ കൊടുക്കുകയും വളരെ വീക്കായിട്ടുള്ള ഒരു സെൻട്രൽ അതോറിറ്റി ഉള്ളതുമായിട്ടുള്ള ഇത്രയും വലിയൊരു രാജ്യത്തിന് ലോകത്തിൽ ഒരിടത്തും കാണാൻ പറ്റില്ല. അപ്പോൾ നെഹ്റുവിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയും പട്ടേലിനെയും പോലുള്ള നേതാക്കളുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയുടെ ബാൽക്കനൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്ലാനായിട്ടാണ് അവർ കണ്ടത്. അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യം കിട്ടി ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫെഡറേഷനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ രണ്ടായിട്ടല്ല അതിൽ കൂടുതലായിട്ട് വിഭജിക്കപ്പെടുന്നുള്ളൊരു പേടി ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്നും ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഒരു ഫെഡറേഷൻ ആണെങ്കിലും വളരെ സ്ട്രോങ് സെൻറ്ററിലുള്ള ഒരു ഫെഡറേഷനാണ് നമ്മൾ. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനകത്ത് ഒരിക്കലും ഒരു ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഫെഡറേഷൻ എന്ന് പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ സെന്റേഴ്സ് ഓഫ് പവർ ഉള്ള ഒരു രാജ്യം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യം നിലനിന്ന് പോകുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ്. ഇപ്പോൾ നമ്മൾ മോഡേൺ ഡേയിൽ നോക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഫെഡറേഷൻസ് ഉള്ള സ്ഥലങ്ങളാണ് ലെബനാനും അതുപോലെ തന്നെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന പോലുള്ള രാജ്യങ്ങളൊക്കെ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തകർച്ചയെ നേരിടുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇത്തരത്തിലുള്ള വീക്ക് ആയിട്ടുള്ള സെൻട്രൽ അതോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്. സോ കോൺഗ്രസിന്റെ ഈ ഒരു എതിർപ്പിനെ ഒരു ബിട്രയൽ ആയിട്ടാണ് ജിന്നയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും കണ്ടത്. സോ അപ്പോൾ അതോട് കൂടിയിട്ട് അവർ ക്യാബിനറ്റ് മിഷൻ പ്ലാനിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന സമ്മതം പിൻവലിക്കുകയും 1946 ജൂലൈ 29 മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി നടത്തിയിട്ടുള്ള ഒരു മീറ്റിംഗിനകത്ത് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിലൂടെ സെപ്പറേറ്റ് പാകിസ്ഥാൻ എന്നുള്ള അല്ലെങ്കിൽ ഓട്ടോണമസ് റീജിയൻ എന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് പോകേണ്ട, പകരം ഈ ഒരു പ്രശ്നം തെരുവിൽ പരിഹരിച്ചോളാം എന്നുള്ള രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ജൂലൈ 29 നടത്തിയിട്ടുണ്ടായിരുന്ന അവരുടെ മീറ്റിംഗിൽ ഇനി മുതൽ നമ്മൾ ഡയറക്റ്റ് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം അല്ല നമുക്ക് വേണ്ടത്, പകരം ഡയറക്റ്റ് ആക്ഷനിലൂടെ പാകിസ്ഥാൻ എന്നുള്ള സെപ്പറേറ്റ് രാജ്യം നേടണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ബംഗാൾ പോലത്തെ മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും റാലികളും പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളും വർഗീയ കലാപങ്ങളും കൂടി ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും വർഗീയ കലാപങ്ങൾ ഈ ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ സംഭവിക്കുന്നത് ബംഗാൾ പ്രൊവിൻസിലായിരുന്നു. ദ ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ് എന്നുള്ള പേരിൽ പിന്നീട് ഇൻഫേമസ് ആയിട്ട് മാറിയിട്ടുള്ള സംഭവങ്ങൾ ഈ ദിവസമാണ് ബംഗാളിൽ നടക്കുന്നത്. സോ ഈ ദിവസത്തിൽ ബംഗാളിൽ നടന്നിട്ടുണ്ടായിരുന്ന എസ്പെഷ്യലി കൽക്കട്ട റീജിയനിൽ നടന്നിട്ടുണ്ടായിരുന്ന വർഗീയ കലാപങ്ങളുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീട് ഈ വർഗീയ കലാപങ്ങൾ ഇന്ത്യയിലെ മറ്റുള്ള പ്രൊവിൻസസിലേക്കും പഞ്ചാബ്, യുണൈറ്റഡ് പ്രൊവിൻസ്, ബീഹാർ പോലുള്ള പ്രൊവിൻസസിലേക്കും വ്യാപിക്കുകയും നമ്മുടെ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ലിറ്ററലി നിന്ന് കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതോട് കൂടിയിട്ടാണ് ഈ പാർട്ടീഷൻ എന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബ്രിട്ടീഷ് അതോറിറ്റീസും നിർബന്ധിതരാകുന്നത്. സോ ഈ സമയത്ത് പാർട്ടീഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ തന്നെ ഇല്ലാതാവുന്നുള്ള, നമ്മളൊരു കംപ്ലീറ്റ് സിവിൽ വാറിലേക്ക് പോകുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്നുണ്ട്. സോ അതോട് കൂടിയിട്ടാണ് 1947 ഫെബ്രുവരിയിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമന്റ് ആറ്റ്ലി
ഇന്ത്യയിൽ നിന്ന് 1948 ജൂൺ 30 മുമ്പായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിഡ്രോ ചെയ്യുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ അധികാരം ഏറ്റെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളത് ആരാണോ, അതൊരു സെൻട്രൽ അതോറിറ്റി ആണെങ്കിൽ അവർ, അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളാണെങ്കിൽ അവർക്ക് അധികാരം കൈമാറിക്കൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് 48 ജൂൺ 30 കൂടിയിട്ട് വിഡ്രോ ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തതോട് കൂടിയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഈ പൊളിറ്റിക്കൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാനുള്ള ഈ തീരുമാനമൊക്കെ വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ലൂയി മൗണ്ട് ബാറ്റനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. സോ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് വരികയും 1947 ഏപ്രിൽ ആകുമ്പോഴേക്കും ബാൽക്കൻ പ്ലാൻ എന്നുള്ള പേരിൽ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബംഗാളിനെയും അതുപോലെ തന്നെ പഞ്ചാബിനെയും ഡിവൈഡ് ചെയ്യണമെന്നും അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യണമെന്നും അതിനുശേഷം അവിടെ ഒരു വോട്ടിംഗ് നടത്തിയതിനു ശേഷം, ഒരു പ്ലബിസൈറ്റ് നടത്തിയതിനു ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പ്രപ്പോസൽ എതിർക്കുന്നുണ്ട്. ഇതേ തുടർന്ന് 1947 ജൂൺ 3 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പാർട്ടീഷന് വേണ്ടിയിട്ടും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്ലാൻ മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ പ്ലാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ പേരിലാണ് പിന്നീട് ഇന്ത്യയുടെ പാർട്ടീഷനും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസും ഒക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിനകത്ത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യപ്പെടുന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഈ രണ്ടാമത്തെ രാജ്യത്തിന്റെ സൈസ് മാക്സിമം കുറക്കുകയും ഇന്ത്യയുടെ ടെറിട്ടറീസ് പറ്റുന്നിടത്തോളം അതേപടി നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപിച്ച 1948 ജൂൺ 30 എന്ന് പറയുന്ന ഇന്ത്യക്ക് ഈ സമയമാകുമ്പോഴേക്കും സ്വാതന്ത്ര്യം തരുന്ന പറഞ്ഞേക്കുന്നത്. സോ ആ ജൂൺ 30 എന്ന് പറയുന്ന ഡേറ്റ് ഇദ്ദേഹം കുറച്ചും കൂടി മുന്നോട്ടാക്കി. എന്നിട്ട് 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ആ സമയമാകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുമെന്നും പറഞ്ഞു. സോ ഈ സ്വാതന്ത്ര്യം നേരത്തെയാക്കി മാറ്റി. രണ്ടാമതായിട്ട് ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യുന്നുള്ള തീരുമാനമായിരുന്നു പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വലിയ രീതിയിലുള്ള നോൺ മുസ്ലിം പോപ്പുലേഷനുള്ള എന്നാൽ മുസ്ലിം മെജോറിറ്റി ഉള്ള പഞ്ചാബ് അതുപോലെ ബംഗാൾ, ഈ രണ്ട് പ്രൊവിൻസസും കോൺഗ്രസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ രണ്ട് പ്രൊവിൻസസിനെയും പാർട്ടീഷൻ ചെയ്യും. പക്ഷെ അത് ചുമ്മാ അങ്ങ് പാർട്ടീഷൻ ചെയ്യും എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് പ്രൊവിൻസസിലെയും ലെജിസ്ലേച്ചേഴ്സിലെ ഹിന്ദു, മുസ്ലിം, സിഖ് വിഭാഗത്തിൽപ്പെടുന്ന ലെജിസ്ലേച്ചേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് കൂടി ചേർന്നുകൊണ്ട് അവരാണിത് പാർട്ടീഷൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. സോ അപ്പോൾ അവരുടെ തീരുമാനം ഇവർ പാർട്ടീഷൻ ചെയ്യണമെന്നാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഈ രണ്ട് പ്രൊവിൻസസിനെയും പാർട്ടീഷൻ ചെയ്യും. അതിൽ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് പാകിസ്ഥാന്റെ ഭാഗവും നോൺ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നു പറഞ്ഞു. മൂന്നാമതായിട്ട് പറയുന്നുണ്ടായിരുന്നത്, ഈ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പിന്നീട് മാറിയിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ള നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് അതുപോലെ തന്നെ അസാമിന്റെ ഭാഗമായിരുന്ന സിൽഹിറ്റ് ഡിസ്ട്രിക്റ്റ്, ഈ രണ്ട് പ്രദേശങ്ങളും മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ആയിരുന്നെങ്കിലും ഈ രണ്ട് പ്രദേശങ്ങളിലും ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളിലും ഒരു പ്ലെബിസൈറ്റ് നടത്തും, അല്ലെങ്കിൽ ഒരു റഫറൻഡം നടത്തും എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു ജനഹിത പരിശോധന നടത്തും. അവിടുത്തെ ജനങ്ങൾക്ക് തീരുമാനിക്കാം ഇന്ത്യയുടെ കൂടെ നിൽക്കണോ പാകിസ്ഥാന്റെ കൂടെ പോകണം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ സിന്ധ് പ്രൊവിൻസിനകത്ത് സിന്ധിലെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറാണ് പാകിസ്ഥാന്റെ ഭാഗമാണോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കേണ്ടത്. ബലൂചിസ്ഥാന്റെ കേസിലാണെങ്കിൽ ബലൂചിസ്ഥാനിലെ കൊറ്റ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ട്രൈബൽ റെപ്രസെൻറ്റേറ്റീവ്സും കൂടി ചേർന്നിട്ട് അതിൻ്റെ കാര്യം തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് നടന്നത്. ഈ പറയുന്ന പഞ്ചാബിലെയും ബംഗാളിലെയും ലെജിസ്ലേച്ചേഴ്സ് അതിനെ പാർട്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ചു. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചാബും അതുപോലെ തന്നെ ബംഗാളും പാർട്ടീഷൻ ചെയ്യപ്പെട്ടു. അതിൽ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് പാകിസ്ഥാന്റെ ഭാഗമായി, നോൺ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഇന്ത്യയുടെ ഭാഗമായി. നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിൽ വെച്ച് നടന്നിട്ടുള്ള റഫറൻഡത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കാത്തത് കാരണം അതിനകത്ത് വോട്ട് ചെയ്ത വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് റഫറൻഡത്തിൽ വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്തതിൽ മെജോറിറ്റി ആൾക്കാരും പാകിസ്ഥാന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് പാകിസ്ഥാന്റെ ഭാഗമായി. അതുപോലെ തന്നെ അസാമിന്റെ ഭാഗമായിരുന്ന സിൽഹിറ്റ് ഡിസ്ട്രിക്റ്റ് അത് പാകിസ്ഥാന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ റഫറൻഡത്തിലൂടെ തീരുമാനമായി. സോ അത് പാകിസ്ഥാന്റെ ഈസ്റ്റേൺ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി. അതുപോലെ തന്നെ സിന്ധിലെയും ബലൂചിസ്ഥാനിലെയും ആളുകളും പാകിസ്ഥാന്റെ ഭാഗമാകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ ഈ ടെറിട്ടറീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ബംഗാൾ, പഞ്ചാബ് ഈ രണ്ട് പ്രൊവിൻസസിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ രണ്ട് ബൗണ്ടറി കമ്മീഷൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ ബംഗാളിനെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി കമ്മീഷനും പഞ്ചാബിനെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗണ്ടറി കമ്മീഷനും. സോ ഈ രണ്ട് ബൗണ്ടറി കമ്മീഷൻസിനെയും ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾ തന്നെയാണ്,
സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ. പക്ഷേ ഇദ്ദേഹത്തെ കൂടാതെ 2 മുസ്ലിം ജഡ്ജിമാരും 2 ഹിന്ദു അല്ലെങ്കിൽ നോൺ മുസ്ലിം ജഡ്ജിമാരും കൂടി ഈ ബൗണ്ടറി കമ്മീഷൻസിന്റെ ഭാഗമായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. സോ ഇദ്ദേഹം ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്ത് ഈ ബൗണ്ടറീസ് ഫോം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 1947 ജൂലൈ മാസത്തിൽ ഈ മൗണ്ട് ബാറ്റൺ പ്ലാനിന്റെയും അതേപോലെ തന്നെ ഈ ബൗണ്ടറി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒക്കെ ബേസിസിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുകയും ആ നിയമം പിന്നീട് ജൂലൈ 18-ാം തീയതി ക്രൗണിന്റെ അപ്രൂവൽ, അവിടുത്തെ കിങ്ങിന്റെ അപ്രൂവൽ കിട്ടിയതോട് കൂടിയിട്ട് ഒരു നിയമമായിട്ട് മാറുകയും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ ചെയ്യപ്പെടുകയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 14-15 ദിവസങ്ങളിലായിട്ടാണ്. സോ ഓഗസ്റ്റ് 14-ാം തീയതി പാകിസ്ഥാൻ സ്വതന്ത്രമായിട്ട് മാറുകയും ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഈ മൗണ്ട് ബാറ്റൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കളുടെയും പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവരാരും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങളും വലിയ രീതിയിലുള്ള റെഫ്യൂജി ക്രൈസിസുമാണ് ഈ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തത്. അതിനുള്ള പ്രധാന കാരണം ഈ ബംഗാളും പഞ്ചാബും ഇത്തരത്തിൽ പാർട്ടീഷൻ ചെയ്യപ്പെട്ടതായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ബംഗാളിലും പഞ്ചാബിലും വലിയ ഇതിലുള്ള റെഫ്യൂജി ഫ്ലോ ഉണ്ടാകുന്നുണ്ട്, വലിയ ഇതിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദശലക്ഷക്കണക്കിന് ആളുകൾ റെഫ്യൂജീസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പാർട്ടീഷൻ്റെ കഥയിൽ ഒരു ടൈലൻ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ഫോർവേഡുകളായിട്ടൊക്കെ കേൾക്കുന്ന ഒരു കഥയുണ്ട്. അതായത് ഇന്ത്യയുടെ പാർട്ടീഷന് പ്രധാനപ്പെട്ട കാരണക്കാർ ഈ നെഹ്റുവും അല്ലെങ്കിൽ ഗാന്ധിയും ഒക്കെയാണ്. പട്ടേൽ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടീഷൻ നടക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഈ 3 പേര്, അതായത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇവർ 3 പേരും പാർട്ടീഷൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടായിരുന്ന അവരുടെ നിലപാടുകൾ എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഈ വാട്സപ്പ് ഫോർവേഡുകൾ പോലെയല്ല യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത്. സോ ഈ 3 പേരിൽ ആദ്യമായിട്ട് ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യണം എന്നുള്ള പ്രപ്പോസലിന് സമ്മതം മൂളിയ ലീഡർ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. 1946 ഡിസംബറിൽ തന്നെ ആ കാലഘട്ടത്തിൽ പഞ്ചാബിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ കണ്ടുമടുത്തിട്ട് 1946 ഡിസംബറിൽ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഈ പാർട്ടീഷന് സമ്മതം അറിയിക്കുന്നുണ്ട്. അത് പിന്നീട് 1947 ഡിസംബറിൽ ഇദ്ദേഹം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സോ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സമയത്തുണ്ടായിരുന്ന ഇന്ററിം ഗവൺമെന്റിൽ ഒരു മിനിസ്റ്റർ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സോ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഈ എൻ്റെ ഓഫീസിലുള്ള പ്യൂണ് തൊട്ട് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകൾക്കിടയിലുള്ള കമ്മ്യൂണലിസവും വർഗീയതയും എത്രത്തോളാണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. സോ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ 2ആയിട്ടല്ല പലതായിട്ട് പാർട്ടീഷൻ ചെയ്യേണ്ടി വരും. സോ അതിനെക്കാട്ടിലും ബെറ്റർ, മെനി പാർട്ടീഷൻസ് ഉണ്ടാകുന്നതിനെക്കാട്ടിലും ബെറ്റർ ഒരൊറ്റ പ്രാവശ്യം പാർട്ടീഷൻ നടക്കുക, എന്നിട്ട് സ്ട്രോങ് സെൻറ്റർ ആയിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള ബാക്കി റിമൈനിങ് ടെറിട്ടറീസിനെ വെച്ചിട്ട് ഒരു രാജ്യം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിന് അനുകൂലിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഈ പാർട്ടീഷൻ അംഗീകരിക്കുന്നത് 1947 മാർച്ചിലാണ്. 1947 മാർച്ചിൽ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ബീഹാറിലായിരുന്നു. സോ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും കത്തുകൾ എഴുതുന്നുണ്ട്. സോ ഇതിന് മറുപടിയായിട്ട് പട്ടേലും നെഹ്റുവും അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വേറൊരു ചോയ്സ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി കൂടി ഗാന്ധിക്ക് അയക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ പട്ടേലിൻ്റെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയോ ഒക്കെ കളക്റ്റീവ് വർക്ക്സ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള കളക്റ്റീവ് വർക്ക്സിനകത്ത് നിങ്ങൾക്ക് ഇതിനുള്ള എവിഡൻസസ് ഒക്കെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഈ വാട്സപ്പ് ഫോർവേഡിലൂടെ കാണുന്നത് പോലെയല്ല നെഹ്റുവോ അല്ലെങ്കിൽ ഗാന്ധിയോ അല്ലെങ്കിൽ പട്ടേലോ ഒന്നല്ല ഈ പാർട്ടീഷൻ്റെ കാരണം. ഇന്ത്യയിലെ കമ്മ്യൂണൽ പൊളിറ്റിക്സും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.